ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity. Hey, hello, good evening. Welcome to Red Carpet with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോഴേ റെഡ് കാർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഒരു ഗസ്റ്റിനെ നിങ്ങൾക്ക് അറിയാമോ? അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഒട്ടനവധി മനോഹരമായ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന DS റയിലൂടെ നമ്മളെ ഒരുപാട് അമ്പരിപ്പിച്ച ഒരു ആക്ട്രസ് ആണ് കേട്ടോ. മറ്റാരുമല്ല, മലയാളത്തിന്റെ സ്വന്തം ജയ കുറുപ്പാണ്. വെൽക്കം ജയ ചേച്ചി ടു റെഡ് കാർപ്പറ്റ്. അപ്പൊ ചേച്ചി, ഏറ്റവും പുതിയ വിശേഷം DS ആണല്ലേ? അപ്പോൾ DS റയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അവര് നമ്മുടെ ഉള്ളൊഴുക്ക് കണ്ടിട്ട് പിന്നെ കൊണ്ടെല്ലാം മേക്കപ്പ് കൂടെ കണ്ടിട്ടാണ് അവരുടെ ക്യാരക്ടർ ഞാൻ ഓക്കെ ആണെന്ന് ഈ ടീമിന് മനസ്സിലായത്. അപ്പൊ രാഹുൽ അങ്ങനെ ഡയറക്ഷൻ ടീമിലുള്ള ഒരാൾ കൊണ്ട് വിളിപ്പിക്കുകയായിരുന്നു. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചെറിയ പരിപാടികളുണ്ട്, അതിന് ചേച്ചി ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. നമ്മള് എന്തായാലും ഓക്കെ ആണല്ലോ, കാരണം പ്രമേഹത്തിന്റെ ടീം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ര സ്വപ്നം കണ്ടിരുന്നൊരു ഇതാണല്ലോ. അപ്പൊ അതിന് ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ രണ്ടാമതൊരു മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ ഉഷാറായി. ഓക്കെ. അപ്പൊ ചേച്ചി, ഇപ്പൊ ഈ ഓരോ അഭിനേതാവ് ഓരോ മെത്തേഡ് ആണല്ലോ അവരുടെ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെയാ? ഞാന് നമുക്ക് വരുന്ന ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ മലയൻകുഞ്ഞിന് ശേഷം നമുക്ക് ലെങ്തി പരിപാടികളാണ് വരുന്നതെല്ലാം. പിന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണ് നമ്മളെ വിളിക്കുന്നതും. വരുന്ന ക്യാരക്ടറെല്ലാം നമുക്ക് ഓക്കെയാണ്, കാരണം ഇങ്ങനത്തെ പരിപാടികളെല്ലാം വരുന്നത് കൊണ്ട് നമ്മൾ ഓക്കെയാണ്. അപ്പൊ അതിന് എടുക്കുന്ന രീതി അത് തന്നെയാണ്. ചെറിയ പരിപാടികൾ വളരെ കുറവാണ് വരുന്നത്. എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടികളാണ് നമുക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മളത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ. ഈ ഹൊറർ സിനിമകളെ പറ്റി പറയുമ്പോൾ ഈ ഹൊറർ സിനിമകളുടെ തലതൊട്ടപ്പനാണ് രാഹുൽ സദാശിവൻ എന്ന് പറയാം അല്ലെ? അപ്പൊ അദ്ദേഹത്തിനപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? രാഹുല് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, സാധാരണ ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു സീനിനെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഭയങ്കര ഹെവിയുള്ള സാധനമാണെങ്കിലും ആ പറഞ്ഞു തരുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അതാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇങ്ങനൊരു കോള് വന്നപ്പോ ഭൂതകാലവും അതുപോലെ തന്നെ ബ്രഹ്മയുഗം പോലെയുള്ള മാസീവ് ഹിറ്റ്സ് ചെയ്ത ഒരു ഡയറക്ടറിന്റെ ടീമാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത്? ഭയങ്കര സന്തോഷം തോന്നി. കാരണം ബ്രഹ്മയുഗത്തിന്റെ ടീം എന്നാണ് എന്റെ അടുത്ത് വിളിച്ചപ്പോ എനിക്ക് പറഞ്ഞത്. എന്റെ അടുത്ത് അപ്പൊ ടീം എന്ന് പറയുമ്പോൾ അതിപ്പോ നമ്മൾ വിചാരിക്കും ഡയറക്ഷൻ ചെയ്ത ആളും നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ലല്ലോ. പക്ഷെങ്കിൽ ഡയറക്ഷൻ പ്രൊഡക്ഷൻ ആയിരിക്കാം, അത് ചെയ്ത പ്രൊഡക്ഷൻ ആയിരിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് രാഹുൽ സദാശിവനാണ് ഡയറക്ടർ എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. അപ്പൊ ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ആർട്ടിസ്റ്റ്, ഏതൊരു ആർട്ടിസ്റ്റും ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണുള്ള ഒരു നിമിഷം. അതുപോലെ തന്നെ ഞാനും ആസ്വദിച്ചു. അതുപോലെ തന്നെ സന്തോഷമായി. ഇപ്പൊ ചേച്ചി ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം ഈ അമ്മവേഷങ്ങൾ കുറെ അധികം ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ നോക്കുവാണെങ്കിൽ വ്യത്യസ്തമാർന്ന കുറച്ച് അമ്മവേഷങ്ങളാണ്. ഇപ്പൊ ഉള്ളൊഴുക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉള്ളൊരു അമ്മയായിരുന്നു, ദേഷ്യമുള്ള അമ്മയായിരുന്നു അല്ലേ? അപ്പൊ എപ്പോഴെങ്കിലും ഈ അമ്മവേഷം ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പം ഒരേ ടൈപ്പ് പരിപാടികളാണല്ലോ, കുറച്ച് ഗ്രേ ഒക്കെ ഇട്ട് ഡൽ മേക്കപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ റിയൽ ലുക്കിൽ ഒരു ക്യാരക്ടർ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഏകദേശം സെയിം ഏജിലുള്ള ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. അതിലൊന്നും അറിയില്ല, ഒത്തിരി ഡള്ളാക്കിയിട്ടില്ല. പിന്നെ ഹൃദയപൂർവ്വം ചെയ്തിട്ടാണെങ്കിലും അമ്മ പരിപാടിയിൽ നിന്നും മാറിയിട്ട് വേറൊരു സ്റ്റാഫ് എന്നൊരു ക്യാരക്ടറാണല്ലോ എനിക്ക് കിട്ടിയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതൊരു ആക്ടറിന്റെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും ഒരു സത്യനന്ദിക്കാട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേച്ചി? എന്നെ ആദ്യം ഷൂട്ടിന് ഒരു 5-6 ദിവസം മുന്നെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം സത്യനന്ദിക്കാട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഈ ക്യാരക്ടറിനെ ചേച്ചി വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും പറഞ്ഞിട്ടാണ് എനിക്ക് കോള് വരുന്നത്. അപ്പൊ കേട്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആയി, ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി. വളരെ പറഞ്ഞ സത്യനന്ദിക്കാട് എന്ന് പറയുമ്പം നമുക്ക് സ്നേഹമായി നമ്മള് എക്സൈറ്റഡ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. കാരണം അത്രയും വലിയൊരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വിളിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കില്ലല്ലോ. അവിടെ ചെന്നപ്പോ വളരെ സന്തോഷകരമായ രീതിയിൽ കസേര വിളിച്ചിട്ട് ഇരിക്കുകയെ എന്ന് പറഞ്ഞു. പിന്നെ കുറെ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞാനൊക്കെ സ്വപ്നം കണ്ടിരുന്നതാണ്
സാറിന്റെ ഒക്കെ സിനിമകളിൽ വേഷം കിട്ടുക എന്നുള്ളത്. അപ്പൊ എല്ലാം അതിന്റെ സമയമാകുമ്പോൾ വരും ചെയ്യാൻ. എല്ലാം അതിന്റെ സമയത്ത് മറ്റേ ദാസാന്ന് പറയുന്നത് അല്ലേ? അതെ 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 അതെ. ഓക്കെ, ശരി. അപ്പോ സത്യനന്ദിക്കാട് മാത്രമല്ല, ലെജൻഡ് ദ മോഹൻലാൽ അല്ലേ? അതെ അതെ അതെ. ആ ഒരു എന്തായിരുന്നു കൊളാബറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു ചേച്ചി? ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു സാറിന്റെ എൻട്രി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ പറഞ്ഞ 2-3 ഇന്റർവ്യൂലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അറിയാതെ കൈ പോയി എന്നുള്ളത്. അത്രയ്ക്ക് തേജസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പം പറഞ്ഞത് ലാൽ സാറിനെ ആണെങ്കിലും മമ്മൂക്കേനെ ആണെങ്കിലും ഭയങ്കര റെസ്പെക്ടോട് ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അവരെ നോക്കിയിരിക്കുന്നത്. അപ്പൊ കണ്ടപ്പോ ആ നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര വിലയേറിയതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോകാതെ മായാതെ നിൽക്കും ആ നിമിഷങ്ങൾ. ചേച്ചിക്ക് ഒരു ആഗ്രഹം കാണുമല്ലോ പേഴ്സണലി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റോള് അല്ലെങ്കിൽ ഒരു ജോണർ സിനിമ, അത് ഏതാ ചേച്ചി? പേഴ്സണലി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആഗ്രഹത്താൽ ഉപരി നമുക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഇൻഡസ്ട്രിയില്. ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ഞാൻ എന്റെ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. അത് മറ്റൊരു ആക്ടർക്കും അവരുടെ ഒരു കാഴ്ചപ്പാടിലായിരിക്കും അവർ ചെയ്യുന്നത്. അങ്ങനെ ഇന്ന ജോണർ വേണം, ഇന്ന ക്യാരക്ടർ വേണം, ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ഈ പറഞ്ഞ അമ്മ ക്യാരക്ടറുകൾ. പിന്നെ ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്ന ഒരു സമയം ഇപ്പാണ്. പാമ്പിടിച്ച അമ്മയിൽ നിന്ന് വേറൊരു ലുക്കിലേക്ക് ഒരു യാത്ര ഇപ്പോഴാണ് വന്നത്. അതെ 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 വന്നത്. അപ്പൊ എനിക്ക് കിട്ടുന്ന ക്യാരക്ടറിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഔട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്യാരക്ടറുകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഇപ്പൊ നമുക്ക് നാടകത്തിലൊന്നും ഞാൻ ശക്തമായ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. എനിക്ക് സിനിമയാണ് എന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തമായ ക്യാരക്ടറുകളിലേക്ക് എന്നെ എത്തിച്ചത് സിനിമ തന്നെയാണ്. അപ്പൊ വരുന്ന ക്യാരക്ടർ എല്ലാം നല്ല എന്നെ കൊണ്ട് ആവും വിധം ചേഞ്ച് ആയിട്ട് ചെയ്യാൻ പറ്റുക, ചേഞ്ച് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ന ജോണർ വേണം, ഇന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹമൊന്നും ഞാൻ പറയണില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ വരുന്ന ക്യാരക്ടർ ഇനി ആയതുകൊണ്ടും സെലക്റ്റീവ് ആയിട്ടുള്ള വേഷങ്ങൾക്കാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഏതെങ്കിലും ഒരു മൂവി ആയിക്കോട്ടെ, ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അങ്ങനെ എനിക്ക് ഇപ്പൊ ഉള്ളൊഴുക്കിൽ ഉർവശിയുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. കാരണം അത് ചെയ്യായിരുന്നു എന്നുള്ളതല്ല. കാരണം നമ്മൾ എത്ര ചെയ്താലും ചേച്ചിയുടെ അത്ര ഒന്നും നമ്മൾ എത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇമോഷണലി കൂടുതലുള്ള, പിന്നെ ഈ പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ അതിനകത്ത്, കോമഡി എന്നതിന് ഒഴികെ ബാക്കി എല്ലാം ഉണ്ടല്ലോ ആ ക്യാരക്ടറിൽ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, പക്ഷെ ഞാൻ ഈ ഉള്ളൊഴുക്ക് കണ്ടപ്പോഴേ ഞാൻ കുറച്ച് വെറുത്ത ഒരു ക്യാരക്ടർ ആട്ടോ. കാരണം എനിക്ക് ഈ അമ്മയൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ ജീവിതം നഷ്ടപ്പെട്ട് പോകത്തില്ലായിരുന്നല്ലോ. അതെ അതെ അതെ, അത് എന്റെ അടുത്ത് ബേസിൽ ചോദിച്ചു. ഞാൻ സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചിട്ടാണ് റിലീസ് ആവുന്നത് ഉള്ളൊഴുക്ക്. അപ്പൊ ബേസിൽ എന്റെ അടുത്ത് ചേച്ചി എന്തൊരു സാധനം അതെല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. ഈ അമ്മ എന്തൊരു മെസ്സേജ് വന്നിരുന്നു, കമന്റ് വന്നിരുന്നു, ചേച്ചി എന്തൊരു സ്ത്രീയാണ് നിങ്ങളെന്നൊക്കെ. പക്ഷെ എനിക്കങ്ങനെ ആ ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണ് ഒരു പക്ഷെ ഇങ്ങനെ ഒരു ഗ്രേ ഷെയ്ഡ് ആ ക്യാരക്ടറിന് കിടപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പം മാറ്റങ്ങൾ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം രാഹുലാണെങ്കിൽ എന്നെ ശ്രദ്ധിച്ചതും അതുപോലെ ഒരു ചേഞ്ച് പരിപാടികൾ വന്നിരിക്കുന്നത് ഈ ഒരു ഉള്ളൊഴുക്ക് മൂലമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ക്ലീഷേ സെറ്റപ്പ് മാറിയിട്ട് ഇപ്പൊ ഒരു ഡിഫറൻസ് വന്നു തുടങ്ങിയതല്ലേ? വന്നു തുടങ്ങിയത്. അതെ. കമ്മിങ് ബാക്ക് ടു DSR, അപ്പൊ ആദ്യം ചേച്ചി ഈ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ എന്തായിരുന്നു ചേച്ചിയുടെ ഒരു ഫീൽ? എന്തായിരുന്നു? ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഇരുന്നത്. കാരണം അത് എന്താണ് ബാക്കി പരിപാടികൾ, നമുക്ക് നമ്മുടെ പോർഷൻ അല്ലാണ്ട് വേറെ ആരുടെയും ക്യാരക്ടർ എന്താണ്, പിന്നെ അവർ ചെയ്യുന്നത് എന്താണ്, ഫുൾ മൂവി എനിക്കറിയില്ലായിരുന്നു, സ്റ്റോറി എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഒരുപക്ഷെ എനിക്കങ്ങനെ അവിടെ ഒട്ടുമിക്ക ആളുകൾക്കും, അതായത് ഇപ്പൊ ഡയറക്ഷൻ ടീമിലുള്ളവർക്ക് ബാക്കി പ്രണവിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചു പേർക്ക് മാത്രം ഈ സ്റ്റോറി ഫുൾ അറിയായിരുന്നു അറിയാവുന്നുള്ളൂ അല്ലേ? അതെ. അപ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ ക്യാരക്ടറിനെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തന്നതിനപ്പുറത്തേക്ക് പിന്നെ എന്റെ ക്യാരക്ടറിനെയാണ് രാഹുൽ ഡീറ്റെയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കണ്ടപ്പോ അതിന്റെ ഔട്ടിനെ കുറിച്ച് തന്നെയാണ് ചിന്തിയിരുന്നത്. പക്ഷെ എന്റെ ക്യാരക്ടർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. ഇത് രണ്ടുമുണ്ട്. പേടിച്ചിട്ട് ആ നിശബ്ദതയൊക്കെ നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇപ്പൊ രാഹുൽ സദാശിവനെ ഇപ്പം എന്താ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹൊറർ സാധനങ്ങൾ കാണിക്കണമെന്നോ ഒന്നുമില്ല. ശരിയാണ്. ഏത് നിമിഷമാണ് നമുക്കിത് വരുന്നത്, നമ്മൾ ഭയങ്കര ഇപ്പൊ വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനെ ഇരിക്കണേ. അത് ഏത് നിമിഷമാണ് നമുക്ക് പോലും അതിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് ഇത് വരിക എന്നുള്ളത്.
അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എനിക്കൊന്നും ആസ്വദിക്കാനൊന്നും പറ്റിയില്ല. പക്ഷെ സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിനകത്തുള്ള പരിപാടികൾ. എന്റെ പോർഷനൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ആ ടൈമില്. അപ്പൊ ഫാമിലി റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? മക്കളുടെയും ഹസ്ബൻഡിന്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? മക്കളും ഹസ്ബൻഡും ഒക്കെ ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അമ്മയ്ക്കതൊന്നും കാണാൻ പറ്റിയില്ല, കാരണം തിയേറ്ററിൽ പോയിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ചിറ്റി വരുമ്പോ വേണം അവരെ കാണിക്കാൻ. എന്നെ മക്കള്, അവരുടെ ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിലുള്ള ഒത്തിരി പേര് എന്നെ വിളിച്ചു. ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്. എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കുറെ കോളുകൾ, കുറെ കമന്റ്സ് ഒക്കെ വന്നു. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു എന്താണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചേച്ചിയുടെ. കാരണം ബെസ്റ്റ് ആണ് ചേച്ചി ചെയ്തേക്കുന്നത് അല്ലേ? ഞാൻ ഒരുപാട് പേരുടെ റിവ്യൂസ് ഒക്കെ കേട്ടു. അവരൊക്കെ ചേച്ചിയെ പറ്റി പറയുന്ന കാര്യം കേൾക്കണം, എല്ലാ കമന്റ്സും താഴെ കേൾക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ചേച്ചിയുടെ സീന്. അപ്പൊ ഇത് ആക്ച്വലി ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിശ്വസിക്കാം. ഒരുപാട് ഫിസിക്കൽ എഫേർട്ട് വേണ്ട ഒരു കുറച്ചധികം സീൻസ് ആയിരുന്നു ക്ലൈമാക്സ് പോർഷൻ ഒക്കെ അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു തയ്യാറെടുപ്പ്? എങ്ങനെയൊക്കെയായിരുന്നു ചേച്ചി? ആൻഡ് ഇത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോ ചേച്ചി ഇതൊക്കെ ഞാൻ ചെയ്യണോ എന്ന് കരുതിയിരുന്നു? അന്ന് എന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ഇങ്ങനത്തെ ഫിസിക്കലി കുറച്ച് പരിപാടികൾ ഉണ്ട് ചേച്ചി. അപ്പൊ അതിന് ചേച്ചി ഓക്കെ ആണോ എന്നുള്ളതാണ്. അപ്പൊ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ അതിനെ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അത് ചിന്തിച്ചിരുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ നേരത്തെ നമുക്ക് റിഹേഴ്സലൊക്കെ ചെയ്യാം, അതായത് ഷൂട്ടിന് മുന്നേ, സിനിമ തുടങ്ങുന്നതിന് മുന്നേ, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് പരിപാടികൾ ട്രെയിനിങ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിലേക്കൊന്നും എത്തിപ്പെട്ടില്ല. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ആണ് കുഴിയെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോ ആണ് ഇതിലേക്ക് നമ്മൾ ഇതിന് വേണ്ടി റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഷോട്ട് എടുക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ ആണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ ഞാൻ വീണിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തിട്ട്. കാരണം നമ്മുടെ കാലൊക്കെ ഇങ്ങനെ വഴങ്ങി വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആണല്ലോ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ഞാൻ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി റിഹേഴ്സൽ എടുക്കേണ്ടി വന്നില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ ഇന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം, അതായത് ഒരു 5-6 പ്രാവശ്യം ചെയ്തപ്പോ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും വീണിട്ടും നമ്മളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് നിർത്താൻ ആളുകളുണ്ടായിരുന്നു. ചേച്ചി പറ്റൂന്ന് പറയുന്നിടത്ത് അവിടെയാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. അപ്പൊ ഇതാ കുഴിയെടുത്ത ടൈമിൽ തന്നെ എന്റെ അടുത്ത് ഷഹനാദും രാഹുലും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതാണോ പരിപാടി നേരത്തെ. അയ്യോ സത്യം പറയാലോ, വചനം ചൊല്ലിയൊക്കെ മറ്റേ കുഴിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ഞാൻ കരുതി പോയത് ഇങ്ങനെയും മനുഷ്യരൊക്കെ ഉണ്ടാവും ദൈവമേ. ചേച്ചി നാടക രംഗത്തിലൂടെയാണ് ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് അല്ലേ? നാടകത്തിലൂടെയാണ്. അപ്പം എങ്ങനെയാണ് നാടക രംഗത്തിലേക്ക് കടന്നു വന്നത്? ശരിക്കും പറഞ്ഞാൽ നാടകരംഗത്തിലൂടെയല്ല. ഞാൻ ആദ്യം ബാലയായിരുന്നു ചെയ്തിരുന്നത്. ബാല ചെയ്തതെന്ന് പറഞ്ഞാൽ ബാല ചെയ്യാൻ വേണ്ടിട്ട് പോയതല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വേഷങ്ങൾ മാത്രം, അതായത് എന്റെ റിലേറ്റീവ് ചിറ്റ ഇരുന്ന വീട്ടില് ഒരു ആന്റിക്ക് സമിതി ഉണ്ടായിരുന്നു, ശ്രീചക്ര നൃത്തവിഹാരം എന്ന് പറഞ്ഞിട്ട്. ആന്റിക്ക് വേഷങ്ങൾ, അതായത് ശ്രീകൃഷ്ണന്റെയോ സൂര്യഭഗവാന്റെ സരസ്വതിയുടെ അങ്ങനെയൊക്കെ വേഷങ്ങൾ കിട്ടിയ എനിക്കത് ഇൻട്രസ്റ്റ് വരുന്നത് അത് ചെയ്തപ്പോഴാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ നാടകത്തിലേക്ക് എൻട്രി വരുന്നതൊക്കെ. ശരിക്കും ബാലയായിരുന്നു നമ്മുടെ ബേസിക്. ബാലയെന്നാണ് ഭയങ്കര പക്ക ഒരു ഇതായിരുന്നു. കാരണം ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിട്ട് ഒറിജിനൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ അഭിനയം എന്നുള്ള സാധനം നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്, ബ്ലഡിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് എനിക്ക്. അതിനുശേഷമാണ് നാടകം ചെയ്തത്. നാടകത്തിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ശക്തമായ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സംതൃപ്തി ആയിരുന്നില്ല എന്ന് തന്നെ പറയാം നാടകം ചെയ്തുകൊണ്ടിരുന്നപ്പോ. കാരണം നമുക്ക് പല ക്യാരക്ടറുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ വിളിക്കുന്നില്ല എന്നുള്ള ചെറിയ സങ്കടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നായിക, ഒരു പൈങ്കിളി നായിക, അതിനപ്പുറത്തേക്കുള്ള ഒരു ശക്തമായ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. ഹസ്ബൻഡും സജീവ ആക്ടർ ആണെന്നല്ലോ. അതെ ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ നാടകം ചെയ്തൊരു സെക്കൻഡ് വർഷമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ട്. നാടകത്തിലൂടെ ഇഷ്ടപ്പെട്ടത്? അതെ ഞങ്ങൾ 27 വർഷമായി. അപ്പൊ അങ്ങനെ നാടകത്തിലൂടെ കണ്ടാണ് ജീവിത പങ്കാളി തിരഞ്ഞെടുത്തത്. അഭിനയം എല്ലാത്തിനും അപ്പൊ ഒരു എന്താണ് ഒരു പോയിന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ലൈഫില്. അങ്ങനെ പറയാം. ശരി. അപ്പൊ സിനിമയിലേക്ക് വന്നപ്പോഴേ നാടകവും സിനിമയും തമ്മിൽ ഒരുപാട് ചേഞ്ചസ് ആണല്ലോ. അപ്പൊ മെയിൻലി ഫീൽ ചെയ്ത കുറച്ച് ചേഞ്ചസ് എന്തായിരിക്കും? ചേഞ്ച് വന്നത് എന്ന് പറയുന്നത്, മാറ്റങ്ങൾ ഞാൻ സ്വീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ചേഞ്ച്. അതായത് നാടകവും സിനിമയും രണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു സമയമൊക്കെ ഉണ്ടല്ലോ. നാടകത്തിന് ഇന്ന ഇന്റർവ്യൂ പിടിക്കണം, സിനിമ അത്ര വേണ്ട. അപ്പൊ നമ്മളത് മനസ്സിലാക്കുന്നിടത്താണല്ലോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് ഒരു പക്ഷേ സിനിമ ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ മാറ്റം. നമ്മള് പുതിയതിനെ സ്വീകരിക്കുക, പഴയതിനെ വിട്ടുകളയാനല്ല. തീർച്ചയായിട്ടും അതിന് നമുക്ക് ഇപ്പം ഓരോ കാലഘട്ടത്തിൽ മനുഷ്യരും മാറുകയെന്ന് പറയില്ലേ. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞ ന്യൂജൻ പിള്ളേരാണെന്ന് പറയുന്നു. ആ ടീമിനോടൊപ്പം നിൽക്കാൻ നമ്മുടെ മനസ്സ് വ്യതിചലിക്കുക എന്നുള്ളതാണ്. പുതിയ മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പഠിക്കുക. അത് തന്നെയായിരിക്കാം എന്റെ ഏറ്റവും വലിയ
മാറ്റം തന്നെയാണ്. കാരണം പഴയ സിനിമകൾ ചെയ്യുന്ന മാതിരിയല്ല ഇപ്പൊ സിനിമകൾ വരുന്നത്. ഇപ്പം എല്ലാം നാച്ചുറൽ ആയിട്ടാണ്. കാരണം നമ്മൾ വീട്ടിലെങ്ങനെ ജോലി ചെയ്യുന്നു അതേമാതിരി തന്നെ ഫ്രെയിമിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. റിയലിസ്റ്റിക് ആയിട്ടുണ്ട് ഒരുപാട് അല്ലേ? റിയലിസ്റ്റിക് ആവുക, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും. ഞാൻ അങ്ങനെ മാറ്റങ്ങൾ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് തന്നെ അങ്ങനെ പുതിയ ആളുകൾക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ ഞാനൊരു കുട്ടിയുടെ കാര്യം തന്നെ പറയാണ്. ഇപ്പൊ ജസ്റ്റ് കുക്കു എന്ന് പറഞ്ഞിട്ട് ഒരു മോള് ഞങ്ങള് ഉള്ളൊഴുക്കിലുണ്ടായിരുന്നതാണ്. അവളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവളിപ്പോ എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്റെ ഏജ് കാറ്റഗറി നിന്നിട്ടാണ് അവൾ സംസാരിക്കുന്നത്. അതേസമയം പാർവതിയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കും, പാർവതിയുടെ ആ സൈഡിലേക്ക് അവൾ ആ പാർവതിയുടെ ഏജ് ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പൊ അങ്ങനെ ഒരു മാറ്റം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം നമ്മൾ പുതിയ കാലഘട്ടത്തോട് നമ്മൾ യോജിക്കുക. എനിക്ക് അങ്ങനെയാണ്, എന്റെ കാര്യം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഉള്ളൊഴുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അസാധ്യമായ രണ്ട് ആക്ടേഴ്സ് അല്ലേ? ഉർവശി മാമും പിന്നെ അതുപോലെ പാർവതി ചേച്ചി, രണ്ടുപേരും. ഉർവശി മാം നമുക്കറിയാം ലെജൻഡ് ആണെന്നല്ലേ. പാർവതിയെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത്രത്തോളം വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് എനിക്ക് തോന്നുന്നു വേറെ ഇല്ലെന്ന് തോന്നുന്നു മലയാളത്തിൽ. അത്രത്തോളം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഒക്കെ പുള്ളിക്കാർ സ്വന്തമായിട്ട് തന്നെ ഡബ് ചെയ്താണ് സിനിമ ചെയ്യുന്നത്. അപ്പൊ അത്രത്തോളം കഴിവുള്ള രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു ചേച്ചി? പാർവതി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ നമ്മളത് കേട്ടിരുന്നു പോകും. ഒരു വാക്കിനെ വരെ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ കീറി മുറിക്കാന്നൊക്കെ പറയില്ലേ, അതിന്റെ എല്ലാ വശങ്ങളും. ഇപ്പൊ ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിന്റെ എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടും സംസാരിച്ചിട്ടുമാണ് സീൻ എടുക്കുന്നത്. അതിന്റെ ഒരു വാങ്ങലേക്കാന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു സൈഡ് നമുക്കും കിട്ടും. അപ്പൊ അത് നമ്മളെ കൊടുത്തു വാങ്ങലാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അത് പുള്ളിക്കാരത്തി ആ രീതിയിലാണ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതാണ് പാർവതിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. പിന്നെ ഉർവശി ചേച്ചിയെ സംബന്ധിച്ച് തന്നെ ഉർവശി ചേച്ചിയുടെ ആക്ടിങ്ങിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ആള് ഒരു വ്യക്തിയുടെ അടുത്ത്, ഒരു മനുഷ്യന്റെ അടുത്ത് പെരുമാറുന്ന രീതി, എല്ലാത്തിനെയും പുള്ളിക്കാരത്തി എല്ലാവരെയും ഒരേപോലെ കാണുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു. അതൊക്കെ ഇത്രയും പുതിയതായിട്ട് വരുന്ന ഞങ്ങളെപ്പോലുള്ള ന്യൂ ഫേസസിനൊക്കെ നമുക്കൊരു പാഠമാണത്. ഒരു ചെറിയൊരു കുഞ്ഞിനെ പോലും നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു ആക്ടർ എന്നുപരി ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്ന് അവരുടെ ഏറ്റവും വലിയ ഗുണമല്ലേ അത്. അപ്പൊ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും രണ്ട് റേഞ്ചേഴ്സ് ആളുകളല്ലേ. അപ്പൊ നമ്മൾ ഈ ഡീസറിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അസാധ്യമായ ഒരു എന്താണ് പ്രവർത്തനമായി പോയി കേട്ടോ. ഞാൻ അതിനുശേഷമാണ് ആരുടെയാണെന്ന് അറിയത്തില്ല ഒരു ഇന്റർവ്യൂ കണ്ട് ജിബിൻ ചേട്ടനെയാണെന്ന് തോന്നുന്നു, ചേച്ചിയുടെ വീടൊക്കെ ഫുള്ളി സെറ്റ് ആണെന്ന് മനസ്സിലായത്. അതിന് മുന്നിൽ ആ കാടൊക്കെ അവര് ഉണ്ടാക്കിയാണോ അല്ലേ? അതെ അതെ, ജ്യോതിഷിന്റെയും ടീമിന്റെയും ആളുകൾക്കുള്ള പരിശ്രമമാണത്. സെറ്റാണെന്ന് അതന്നേരം ഞാൻ പൊന്മാനിലെ അനുഭവം കൊണ്ട് തന്നെ എനിക്ക് മലയൻകുഞ്ഞി മുതല് ജ്യോതിഷിനെ അറിയാവുന്നതാണ്. പൊന്മാനിൽ പറഞ്ഞാല് പൊന്മാനിൽ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, സജിന്റെ അമ്മയുടെ ക്യാരക്ടർ. അപ്പൊ അതില് ഡയറക്ടർ ജ്യോതിഷായിരുന്നു. അപ്പൊ ജ്യോതിഷുമായിട്ട് നമുക്ക് അത്രയും ദിവസത്തെ ഭയങ്കരമായിട്ടൊരു ആത്മബന്ധമുണ്ട്. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ലൂസിയാമ്മയുടെ വീടെന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് പറയുന്നത്. ആ വീട് സെറ്റാക്കുന്ന റെഡിയാക്കുന്ന ടൈമില്. അപ്പൊ അവരുടെ ഇൻവോൾവിങ് ഭയങ്കരമാണ്. കാരണം ആ വീട്, പിന്നെ അതിനുള്ളിൽ ഉള്ള കുറെ പരിപാടികള്, ഇതിന്റെ ഭിത്തി വരെ എല്ലാം നമ്മുടെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുമ്പോൾ നമുക്കോട് യോജിക്കുന്ന കുറെ കാര്യങ്ങളാണുള്ളതൊക്കെ. പ്രോപ്പർട്ടീസ്, അതുപോലെ കോസ്റ്റ്യൂം, ഇതെല്ലാവരും ഒരേപോലെ പോയതുകൊണ്ടാണ് നമുക്ക് ഒരു പക്ഷേ അത്രത്തോളം അതിനെത്തിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഡയറക്ഷൻ ടീമോ അവരാണല്ലോ ഇതെല്ലാം നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു ആളുകൾ അവരാണല്ലോ. അപ്പൊ അവർ ഇവരുടെ എല്ലാവരുടെ എഫേർട്ടും നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനോടെ കൂടുമ്പോഴാണല്ലോ നമ്മുടെ ക്യാരക്ടർ വിജയിച്ചു എന്നുള്ളത് വരുന്നത്. ഇതിനകത്ത് എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും, ഇപ്പൊ ഫുഡ് അടക്കമുള്ള എല്ലാവരും നമ്മളോട് അതുപോലെ സപ്പോർട്ടീവായിട്ട് നിന്നിരുന്നു. എല്ലാവരും, ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആർട്ടാണേലും ബാക്കി എല്ലാ കട്ടയ്ക്ക് നിന്നു അവര്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കൂട്ടായ പ്രവർത്തനങ്ങളും ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ 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 അതെ. ഓക്കെ, അപ്പൊ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഏതൊരു അഭിനേതാവിനും ഒരു റോൾ മോഡൽ നമുക്ക് കാണും ലൈഫിൽ. ഇപ്പൊ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഈ ഒരു അഭിനയ രംഗത്ത് ഏതെങ്കിലും റോൾ മോഡൽസ് ഉണ്ടോ? എന്തെങ്കിലും റെഫറൻസ് ഒക്കെ എപ്പോഴും എടുക്കുന്ന റോൾ മോഡൽസ് ഉണ്ടോ? എനിക്ക് KP ചേച്ചിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്ന ഓരോ എല്ലാ ക്യാരക്ടേഴ്സും. ഇപ്പം ഡയറക്ടർ പറഞ്ഞു തരുന്നതും പിന്നെ എന്റെ ഒരു ഇതും കൂടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഇവരൊക്കെ റെഫറൻസ് ആയിട്ട് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടി പോവാറുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ലളിതാമ്മയാണ് റോൾ മോഡൽ അല്ലേ? നമുക്ക് ഇപ്പൊ ലളിത ചേച്ചി, പിന്നെ സുമാരി അമ്മ, ഇവരെല്ലാം നമുക്ക് ഈ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സും കൈകാര്യം ചെയ്യുന്നവരാണല്ലോ ഇവര്. കോമഡി ആണെങ്കിലും ഏത് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും എന്തും അതിന്റേതായ രീതിയിൽ വരച്ചു കാട്ടുന്ന ആക്ടേഴ്സ് ആണല്ലോ. അപ്പൊ എനിക്ക് അവരൊക്കെ ലളിത ചേച്ചിന്റെ മനസ്സിൽ എപ്പോഴും വരാറുണ്ട്. ഇങ്ങനെ ജെല്ലിക്കെട്ടിലാണ് ആദ്യമായിട്ട് നമ്മൾ അഭിനയിച്ചല്ലേ ചേച്ചി? അതെ അതെ, ജെല്ലിക്കെട്ടിൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന DSR എത്തി നിൽക്കുന്നു. അപ്പൊ ചേച്ചിക്ക് എന്താണ് ആക്ച്വലി തോന്നുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം നാടക ലോകത്തുനിന്ന് ഇങ്ങനെ ഒരു സിനിമ രംഗത്ത്
സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടില്ല, സിനിമയ്ക്ക് വന്നു ചേർന്നതാണ്. മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആക്ടർ എന്ന നിലയിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലായിരിക്കാം. അതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമുക്കിപ്പം ഓഡിയൻസ് ചെയ്ത് നടക്കുക അല്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് പോലുമില്ല. ഇതൊരു നിമിഷത്തിൽ നമുക്ക് വന്നു ചേർന്നാണ് സിനിമ. അതിനെ ഇത്രത്തോളം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിന് എന്റെ ഒപ്പം തന്നെ എന്റെ ഭർത്താവ് അതുപോലെ എന്നെ കൈപിടിച്ച് നടത്താൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഫാമിലി, അച്ഛൻ, അമ്മ, മക്കള് എല്ലാവരും ഇതിനോട് നല്ലോണം സഹകരിച്ചിരുന്നു. പിന്നെ എന്റെ ഒപ്പം കൂടെ എന്നെ സ്നേഹിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തവരൊക്കെ എല്ലാവരും നമ്മളെ ഞാൻ ആ പ്രോത്സാഹനമായിട്ട് തന്നെ കാണുന്നതാണ്. നെഗറ്റീവിനെ അടക്കി വിട്ട് പോസിറ്റീവിനെ മാത്രം സ്വീകരിച്ച് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് മൂലമാണ് DSR വരെ എത്തി നിൽക്കുന്ന ഈ ടൈമിലും എന്നെ ഗുരുക്കന്മാരെയും എല്ലാവരെയും എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ അതിനെ എപ്പോഴും നല്ല നല്ല ഓർമ്മകളായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സിനിമ ലൈഫ് ഒരു നിയോഗം പോലെ ജല്ലിക്കെട്ടില് ചേച്ചി ആക്ച്വലി ഓഡിഷന് പോയതല്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? അതെ ഓഡീഷന് പോയതല്ല, ജസ്റ്റ് ഹസ്ബൻഡിന് കൂട്ടുപോയതാണ്. പട്ടാളത്തിലൊക്കെ പോകുന്നവർ മറ്റേ കൂടെ പോകുന്ന കൂട്ടുകാരനും ആർമിയിൽ റിക്രൂട്ട്മെന്റ് കിട്ടിയത് പറയുന്ന പോലെ ആയിപ്പോ അല്ലേ? അതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു ചെറിയ പരിപാടിയിൽ. ഒത്തിരി ആളുകളുണ്ടല്ലോ, ഒരു ക്രൗഡ് തന്നെയുണ്ടല്ലോ. ഇങ്ങനെ വീട്ടിലെന്തോ ജോലി ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ടൈമില് ചേട്ടായി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചേട്ടായി വന്നിട്ട് പറയുന്നത് ഇങ്ങനെ അവിടെ മേളിലൊരു ഓഡീഷൻ നടക്കുന്നുണ്ട്, നമുക്ക് പോയാലോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടായി കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടായി പറഞ്ഞു നമുക്ക് നീ എനിക്കൊരു കൂട്ടുവായോ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവിടെ ചെന്നിരുന്നപ്പോ ഒരു പറ്റ ആളുകളുണ്ട്. അപ്പൊ ഇവരെ കയറി ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ആയിട്ട് കയറി ഇത് എന്തൊക്കെയോ ചെയ്തു എനിക്ക് ഞങ്ങളിങ്ങനെ ഇറങ്ങി പോരാൻ തുടങ്ങിയ സമയത്താണ് തിനു വന്നിട്ട് എന്റെ അടുത്ത് ചേച്ചി ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നത്. പറഞ്ഞു ഓ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ പരിപാടി ഉണ്ട് ചേച്ചി പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഓക്കെ നമ്മൾ ചെയ്ത് ഒരു ബാങ്ക് മാനേജറുടെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. ബാങ്കിലേക്ക് പോത്ത് ഓടി വരാൻ വേണ്ടിട്ട് 3 ദിവസം വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റിംഗിൽ ഇരുന്ന ഒരു സിനിമ ആണ്. അപ്പൊ അങ്ങനെയാണ് സിനിമാ ലോകത്തേക്ക് നേരെ സാന്നിധ്യത്തോടെ നിൽക്കുന്നത്. അതാണ് തുടക്കം അല്ലേ? അതെ പിന്നെയും നമ്മൾ ശ്രമിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട്. കാരണം നാടകം നമ്മളിങ്ങനെ ഓരോ ഇയർ ഇങ്ങനെ പോവല്ലേ, നാടകം, കുടുംബജീവിതം അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതിനു വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ മലയൻ കുഞ്ഞ് ഇതുപോലെ ഒരു കൊറോണ ടൈമില് ഓഡീഷൻ ഇങ്ങനെ അയച്ചു തരുന്നതും അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു, ഞാൻ അയച്ചു. അങ്ങനെ ഓക്കെ അല്ലായിരുന്നു ആദ്യം. പ്രായം കൊണ്ട് ഒരു ആ ക്യാരക്ടറിന് ഓക്കെ അല്ല, ബാക്കി ലുക്കൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ പ്രായം കുറച്ച് കുറവായതുകൊണ്ടും ആ ക്യാരക്ടറിന് ഒരു 10-55 വയസ്സ് മേളിലുണ്ടല്ലോ, പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് പിന്നീട് ഒരു ഓഡീഷനിലേക്ക് വിളിക്കാൻ 4 പ്രാവശ്യം എന്റെ ഡീറ്റെയിൽ അവരുടെ അടുത്ത് ചെന്നിരുന്നു. അങ്ങനെ ചെന്ന് വിളിച്ച് പോയി ചെയ്തപ്പോഴത്തേക്കാണ് ഏകദേശം ഓക്കെ ആയി. സെക്കൻഡ് ഓഡീഷൻ ഉണ്ടായിരുന്നു, ഫൈനൽ ഓഡീഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് റെഡിയായി. ഈ പ്രായത്തിന്റെ കാര്യം പറയുമ്പോഴേ സിനിമ കാണുന്ന ഒരാളും ചേച്ചി ഇത്ര യങ് ആണെന്ന് കരുതത്തില്ല കേട്ടോ. ആർക്കും മനസ്സിലാവത്തില്ല, അതൊരു വലിയ പ്രശ്നമാണ്. പലർക്കും അങ്ങനെ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം മലയൻകുഞ്ഞിലെ അമ്മേനെ കണ്ടിട്ടാണ് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ വിളിക്കുന്നത്. അപ്പൊ ചെന്നിട്ട് നമ്മൾ പൂജയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഇവരെ കൂടെ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ നമ്മൾ ഫസ്റ്റ് ടേക്ക് കഴിയുമ്പോൾ നമ്മളെ നൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. അതിൽ കൊണ്ടലില് എന്റെ റീൽ ലുക്കിൽ ആള് കണ്ടിട്ടില്ല. അപ്പൊ ആ സമയത്ത് കണ്ടിട്ട് പുള്ളി അമ്മ എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. അമ്മ വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അത് കഴിഞ്ഞപ്പോ ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ടേക്കിന് വേണ്ടിട്ട് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ ചേച്ചി കറക്റ്റ് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് അങ്ങനെ ആ ലുക്കിൽ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല ചേച്ചിനെ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ലാസ്റ്റ് പാർട്ടിലേക്കാണ്. ഒരു ചെറിയ റാപ്പിഡ് ഫയർ ആണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ ശരി. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറായി ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഏത് ക്യാരക്ടർ ചൂസ് ചെയ്യും? ചിന്തിക്കരുത് പെട്ടെന്ന് പറയണോ? കിട്ടിയാൽ ഈ പറഞ്ഞ മാതിരി എൽസമെന്ന് പറയല്ലേ? എൽസമെന്നും പറയില്ല, മലയൻകുഞ്ഞിലെ അമ്മേനെയും പറയില്ല. ഞാൻ ഹൃദയപൂർവ്വത്തിലെ ചേച്ചിയായിട്ട് ഇങ്ങോട്ട് നടക്കും. ശരി. ഓക്കെ. ഷൂട്ടിൽ ചെയ്യാൻ പേടി തോന്നിയ ഒരു സീൻ ഏതാണ്? എൽസമ്മ മുറിയിൽ ഇരിക്കുന്ന ഒരു പരിപാടി, നല്ല പേടിയായിരുന്നു ഫസ്റ്റ് ടൈം. മനസ്സിലായി. ശരി. അപ്പൊ കോമഡി ആണോ സീരിയസ് ക്യാരക്ടർ ആണോ ചോദിച്ച് ചൂസ് ചെയ്യുന്നത്? എനിക്ക് കുറച്ച് സീരിയസ് ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ. കോമഡി ഓർ ഹൊറർ മൂവി ആസ് ആൻ ആക്ടർ? ഹൊറർ ആണ്. ശരി. സിനിമയിലെ കഥാപാത്രം കണ്ടപ്പോഴേ ഇത് കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ബെസ്റ്റ് ആക്കിയാൻ തോന്നിയ ഒരു കഥാപാത്രം? അങ്ങനെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് മറുപടി ഇല്ല. ഓക്കെ ശരി. സെറ്റിലെ ഫുഡ് ഓർ വീട്ടിലെ ഫുഡ്? ഒബ്വിയസ്ലി വീട്ടിലെ ഫുഡ്. ഓക്കെ. 1 ഇയർ ഒരു ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ, എന്നാ പിന്നെ ഏത് ഭക്ഷണം ചൂസ് ചെയ്യും? ചോറ് മാത്രം മതിയോ? കറിയൊന്നും വേണ്ട? എനിക്ക് കൂടുതൽ ഇഷ്ടം കഞ്ഞിയാണ്. കഞ്ഞി, പയറ്
കഞ്ഞിപ്പയറ് ആഹാ ഓക്കെ ശരി. നായിക ക്യാരക്ടർ ഓർ വില്ലൻ ക്യാരക്ടർ? ക്യാരക്ടറാണ്. വില്ലൻ ക്യാരക്ടർ. ഓക്കെ, നമുക്ക് പൊളിക്കാൻ പറ്റും, അടിച്ചു തകർക്കാൻ പറ്റും അല്ലേ? നായികക്ക് പരിമിതികളുണ്ടല്ലോ. തീർച്ചയായും. നോ പറയാൻ പറ്റാത്ത ഒരു സാധനം ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കാം, ഒരു നോയും പറയത്തില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല. സ്നേഹം. ഓക്കെ ശരി. സ്വന്തമായിട്ട് അടിച്ചു പൊളിച്ചു തകർന്നു തോന്നിയ ഒരു സീന്, പക്ഷെ ഡയറക്ടർ പറയാ ജയ അതൊന്നും എടുക്കണം പ്ലീസ്, ഒന്ന് വരൂ എന്ന് പറയുന്ന ഒരു സീന് ഏതായിരിക്കും അത്? അത് ഓഫീസർ ഡ്യൂട്ടിയിലെ മരണ സീന്. ഓക്കെ ശരി. അപ്പൊ സെറ്റില് കയ്യടി കിട്ടിയ ഒരു സീൻ ഏതാ? തലയിടിച്ച് വരുമ്പോ അയ്യോ എന്റെ ദൈവമേ, സങ്കടം തോന്നി എനിക്ക്, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. സങ്കടം തോന്നി കാരണം ഞാൻ നോക്കിയപ്പോഴേ തിയേറ്ററിൽ കൂട്ട ചിരിയായ ഒരു സീനാണ്. കാരണം അതൊരു ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. വിജയമാണ്. തീർച്ചയായിട്ടും. ഓക്കെ. ലൈഫിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം, ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യം? ലൈഫിൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം അഭിനയത് മാത്രമല്ല എന്താണെങ്കിലും ഞാൻ എല്ലാത്തിനെയും ഹാപ്പി ആയിട്ട് കാണുന്നോണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നുമില്ല. ഞാൻ നീ ലിസ്റ്റ് പറഞ്ഞാനിപ്പോ. ഓക്കെ, അപ്പൊ ഇതോടെ എന്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ഞാനൊരു ഇന്റർവ്യൂ എടുക്കുമ്പോഴേ ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ശേഷമുള്ള ഇന്റർവ്യൂ ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ നിമിഷം ഞാൻ കുറിച്ച് വെച്ചിരിക്കുന്നുണ്ടാവും, കാരണം നാവ് പൊന്നാവട്ടെ. തീർച്ചയായിട്ടും. ഏതൊരു ആക്ടറും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പിന്നെ അങ്ങനെയുള്ള കുറെ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് കുറെ പേര്. അതായത് അങ്ങനെയാവും അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അതൊക്കെ നമുക്ക് ഏറ്റവും അത് തരുന്നൊരു ഫീലാണ് നമുക്ക്. ഇങ്ങനെ ഇപ്പൊ ശ്രീശാന്ത് പറഞ്ഞപ്പോഴാണെങ്കിൽ പോലും നമുക്ക് അതിനെ നമ്മൾ ഓക്കെ ആണോ എന്നുള്ളതല്ല, അപ്പൊ അങ്ങനെ നിമിഷത്തെ നമ്മൾ അത്രയേറെ സ്നേഹിക്കുന്നു, അത്രയേറെ വിലപ്പെട്ടതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ കമ്മിങ് പ്രോജക്ട് ഏതൊക്കെ ചേച്ചി വരുന്നത്? ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് നമുക്ക് സർവമായി ഇറങ്ങാനുണ്ട്. സത്യന്തിക്കാരന്റെ മോൻ അഹിസത്യൻ ഡയറക്ട് ചെയ്തൊരു പടം. പിന്നെ ഇനിയിപ്പം അടുത്ത പരിപാടികൾ വലിയ താമസമുള്ളത് സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വഴിയെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പോ ആൾക്കാർ ഏറ്റെടുക്കുന്നതിനേക്കാൾ ഒരു പടി മുകളിൽ കൂടെ സ്നേഹം തന്ന ആൾക്കാർ സ്വീകരിക്കട്ടെ ഈ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയാണ്. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിനും ആൻഡ് എന്നോടൊപ്പം ഇത്രയും സംസാരിച്ചതിനും ഇത്രയധികം എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തതിനും ഒരുപാട് താങ്ക് യു സോ മച്ച് ചേച്ചി. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. എനിക്ക് ശ്രീശാന്ത് ഇങ്ങനെ ഇൻസ്റ്റയിലൂടെ നമുക്ക് പരിചയപ്പെടാൻ, എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചതിനും ഒരുപാട് 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 താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.